സിയറെ, ഇന്ന് രാവിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. മുഖ്യമന്ത്രി വോട്ട് ചെയ്തു. അതിനുശേഷം പുറത്തിറങ്ങി അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് സ്ത്രീ ലംബടന്മാരെ കൊണ്ട് പൊറുതിമുട്ടി കോൺഗ്രസ് ഓടുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ EMS തുടങ്ങിയുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വോട്ട് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി പറയുന്നത് ഒരു പൊളിറ്റിക്കൽ മെസ്സേജായി. ഇവിടെ പൊളിറ്റിക്കൽ മെസ്സേജ് മാറി അതിന് പകരം രാഷ്ട്രീയമായിട്ടുള്ളൊരു മെസ്സേജ് നൽകുന്ന തരത്തിലേക്ക് നമ്മുടെ കാലം മാറി. എന്താണ് നമ്മുടെ ഈ സമൂഹത്തിനകത്ത് രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ജീർണതയെന്നോ മാറ്റം എന്ന് പറയാൻ ഞാനെന്നെ നമ്മൾ മാറ്റം ജീർണത എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ പ്രീ കൺസീവ്ഡാന്ന് വിചാരിക്കും. നമ്മളൊരു മുൻധാരണയോടുകൂടി ഇങ്ങനെയാണ് രാഷ്ട്രീയമാവേണ്ടത്. പക്ഷേ ഇപ്പോൾ പീഴ്സണും ഞാനുമൊക്കെ ഏതാണ്ട് ഒരേ കാലത്ത് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ ധാരയിൽ വന്ന ആളാണ് ഞാൻ. പീഴ്സൺ പറഞ്ഞ പ്രസ്താവന ഞാൻ മുഖ്യമന്ത്രിയുടെ നേരിട്ട് കേട്ടു, ചാനലിൽ കേട്ടു. വല്ലാത്ത വിഷമം തോന്നി. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യമായ രാഷ്ട്രീയ പ്രശ്നം കോൺഗ്രസ്സിലെ പെണ്ണുപിടിയന്മാർ അല്ലെങ്കിൽ സ്ത്രീലമ്പടന്മാർ ഇനിയും വരാനിരിക്കുന്നു, കേൾക്കാനിരിക്കുന്നു എന്ന് പേടിപ്പിക്കുക, പാവപ്പെട്ട സ്ത്രീകളോടുള്ള അവരുടെ വിഷമം മാത്രമല്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ഈ നേതാക്കന്മാരെ പേടിച്ചിട്ട് ഇത് പറയുന്നില്ല. സ്ത്രീകൾ ജീവനിൽ കൊതിയില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഞാൻ അതിൽ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, അതിൻ്റെ രണ്ടാമത്തെ ആസ്പെക്റ്റ് സ്ത്രീപക്ഷ ആസ്പെക്റ്റ് നമുക്ക് രണ്ടാമത് എടുക്കാം. പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് പീഴ്സൺ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം ഇതാണോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. കേരളത്തിലെ പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ അദ്ദേഹമാണല്ലോ, ഒരു സംശയമില്ല. ഇപ്പം പ്രതിപക്ഷ നേതാവാണ് പിന്നെ വരിക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇത് ആരെയാ ഞെട്ടിക്കാതിരിക്കുക? കേരളം പോലെ രാഷ്ട്രീയ പ്രബുദ്ധം, അങ്ങനെയാണ് നമ്മൾ പറയുക, പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 3 കോടിയോളം 2 കോടിയുടെ അടുത്ത് ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവിന്, പ്രമുഖ രാഷ്ട്രീയ നേതാവിന് പറയാനുള്ളത് കോൺഗ്രസ്സിലെ സ്ത്രീലമ്പടന്മാരെ കുറിച്ചാണ്. എന്തെല്ലാം വിഷയങ്ങൾ യഥാർത്ഥത്തിൽ വരേണ്ടതാണ്. ഉദാഹരണത്തിന് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുമ്പിലാണ്. അത് ഇടത് വലുത് എന്നുള്ളത് കൊണ്ടല്ല, കേരളത്തിനൊരു പാരമ്പര്യമുണ്ട്. 96-ൽ ആരംഭിച്ച PMSൻ്റെ ഒക്കെ കാലത്ത് ആരംഭിച്ച അദ്ദേഹം തന്നെ അതിൽ മുൻകൈ എടുത്ത് കൊണ്ടുവന്നത് കൂടിയാണ്. ആ സംഗതി, അതിനെപ്പറ്റി ഒരു അക്ഷരം മുഖ്യമന്ത്രിക്ക് പറയാനില്ല. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് അധികാര വികേന്ദ്രീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനാണ്. ആ സാധനം ഉയർത്തിപ്പെടുന്നേ ഇല്ല. ആ സാധനമല്ലേ മുമ്പോട്ട് വെക്കണ്ടേ? ഞങ്ങളിതാ ഇന്ത്യയിൽ ഏറ്റവും നന്നായി അധികാര വികേന്ദ്രീകരണം നടത്തിയ ആളുകളാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഇടതുപക്ഷത്തിനാണ്. ബാക്കി എന്തെങ്കിലും നിൽക്കട്ടെ. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത്, ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നത് ആൻ്റണിയുടെ കാലത്താണ്, നമുക്കെല്ലാം 95-ൽ. എങ്കിലും അതിനുശേഷം അധികാര വികേന്ദ്രീകരണം വന്നു, പഞ്ചായത്തുകൾക്ക് ഫണ്ട് കൊടുക്കുന്നു, തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക്. അവരുടെ പ്രവർത്തനം മികവുറ്റതാണ് എന്ന്, അറ്റ്ലീസ്റ്റ് ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം മികവുറ്റതാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ ജനകീയാസൂത്രണത്തിൻ്റെ അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഗുണം അദ്ദേഹം പറഞ്ഞില്ല. ഇത് ഞാൻ പറഞ്ഞത് ഈ വിഷയമല്ലേ കേരളം ചർച്ച ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അദ്ദേഹത്തിന് പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ മറ്റൊരു മുഖമാണത്. ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയാവുന്നതാണ്. അത് പറഞ്ഞില്ല. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ രാഷ്ട്രീയം എത്രത്തോളം അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. ഞാനും പേഴ്സണും കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയം, അതാണ് രാഷ്ട്രീയം. അതുകൊണ്ട് ഏതെങ്കിലും കുറേ ആളുകൾ, ഇപ്പോൾ പെൺകുടിയന്മാരുടെ കാര്യം പറഞ്ഞ് ഏതെങ്കിലും പാർട്ടിയിൽ വല്ല കുറവുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഇത് മാത്രമാണോ? അപ്പം നമുക്കറിയാം അതൊരു നമ്മുടെ ക്രോസ് സെക്ഷൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. ശരി, അതാണ് അങ്ങനെ കാണണം. അതാണ് അതിൻ്റെ പൊളിറ്റിക്സ്. അല്ലാണ്ട് എന്താണ് ഇടതുപക്ഷത്ത് ഇങ്ങനെയുള്ള ആളുകൾ ആരുമില്ല, എല്ലാം കോൺഗ്രസിന്റെ കൂടെയാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കേൾക്കുന്ന മനസ്സിലാവും. ഇന്നാണ് തെറ്റോ ശരിയോ നമുക്കറിയില്ല. ഒരു മുൻ MLA സിനിമാ സംവിധായകനെതിരെ ഒരു കേസ് വന്ന് അതിനെപ്പറ്റിയുള്ള വിവാദം ഇപ്പോൾ നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ് വിവാദമാണോ? അദ്ദേഹം നല്ല മനുഷ്യൻ, നല്ല സുഹൃത്താണ്. അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ പോലും വയ്യ. പക്ഷേ മനുഷ്യരെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ആവട്ടെ, അത് ചെയ്തോ ചെയ്തില്ലയോ അതൊക്കെ നിൽക്കട്ടെ. ഒരു പരാതി വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം അതാണോ
എന്നതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ വേറെ എന്തെല്ലാമുണ്ട്. ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പറയാറുണ്ട് കക്ഷി രാഷ്ട്രീയം അത്ര ചർച്ച ചെയ്യാറില്ല. ഇപ്പോൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഒരു നമ്മുടെ വാർഡിൽ നിൽക്കുന്നതെങ്കിൽ, ഡിവിഷനിൽ നിൽക്കുന്നതെങ്കിൽ, അയാളിപ്പോൾ നമുക്ക് ആ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലെങ്കിലും നമ്മൾ വോട്ട് ചെയ്തു പോകും. പിന്നെ നല്ലൊരാളാണ്, അങ്ങനെയുണ്ട് ചിലരൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ പണ്ട് ലെനിൻ പറഞ്ഞ പോലെ വെള്ളത്തിൽ മത്സ്യം എന്നതുപോലെ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളുണ്ട്. ഏത് ജനങ്ങളുടെ ആവശ്യത്തിനും കൂടെ നിൽക്കുന്ന, അവർ ഏത് പാർട്ടിയായാലും ജനങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെയുള്ള ഘടകം. പിന്നെ കുടുംബം, പിന്നെ സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും വരുന്ന പോലെ ജാതി, മതം എല്ലാ ഘടകവും ഇതിനകത്ത് വരും, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. അവിടുന്ന് തുടങ്ങി പ്രാദേശിക വികസനം. യഥാർത്ഥത്തിൽ ഫണ്ട് വിനിയോഗം എന്നൊരു കാര്യത്തിൽ അത് സുതാര്യവും അല്ലെങ്കിൽ അത് എന്താ പറയുക ജനോപകാരപ്രദവുമാണോ? ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. തിരുവനന്തപുരം നഗരസഭ ഏറെക്കാലമായി ഇടതുപക്ഷം ഭരിക്കുകയാണ്. ഞാനിപ്പോൾ അവിടെ ആര് ജയിക്കും തോൽക്കുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ പ്രവചനത്തിനുമല്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ കഴിഞ്ഞ 5 വർഷം ഇരുന്ന മേയർ ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലില്ല. നമ്മളൊക്കെ വളരെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു ആ കുട്ടി വന്നപ്പോൾ. അതെ, അത് വളരെ കാര്യമായിട്ട് ലോകം മുഴുവൻ ശ്രദ്ധിച്ച കാര്യം കൂടിയായിരുന്നു. എന്നിട്ട് അതിന്റെ എന്ത് ഉൽപാദനമാണ്, എന്ത് രാഷ്ട്രീയ ഉൽപ്പന്നമാണ് പുറത്തു വന്നതെന്നുള്ള വലിയ പ്രശ്നം. അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞപ്പോൾ പ്രശാന്ത് മേയറായിരുന്നു. പ്രശാന്ത് മേയർ എന്നുള്ള ക്വാളിറ്റിയിലാണ് അദ്ദേഹം വട്ടിയൂർക്കാവ് ജയിച്ചത്. അതെ അതെ, ശരിയാണ്, ഒരു സംശയമില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. പ്രശാന്ത് മേയറായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹവുമായി ഇപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ സഹകരിച്ചിട്ടുണ്ട്. എൻ്റെ ഗ്രൂപ്പുകൾ സഹകരിച്ചിട്ടുണ്ട്, മാലിന്യ സംസ്കരണം പോലെയുള്ള കാര്യത്തിലൊക്കെ. അന്ന് വിളപ്പിൽശാല വിഷയമൊക്കെ നിൽക്കുന്ന സമയമാണ് അദ്ദേഹം അത്. പക്ഷേ ഈ മേയർ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണത്തിന് പോണ്ടേ. ഞാൻ മേയറായിരുന്നു. ഇപ്പോൾ ഇതുപോലെ വേറൊരു മേയറുണ്ട് തൃശ്ശൂർ, ഇടതുപക്ഷത്തിൻ്റെ മേയറായിരുന്ന ആളിപ്പോൾ എവിടെയാണുള്ളതെന്ന് അറിയില്ല. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞതേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കും. അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ച കാര്യം ഇതായിരുന്നു, അതിന് ഞാൻ വല്ല ദൈവമാണോ പ്രവചിക്കാൻ? അല്ല, ഞാൻ ഇവരുടെയൊക്കെ ഒരു പൊളിറ്റിക്കലി മൈൻഡ് എന്ന് പറയുന്ന സാധനം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം 5 വർഷം മേയറായിരുന്ന ഇടതുപക്ഷത്തിന്റെ 2 മേയർമാരുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. അല്ല, അവർക്ക് 2 പേർക്കും ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവര് ജനവിരുദ്ധരായി പോയി. ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ അത് വരേണ്ട വിഷയമല്ലേ യഥാർത്ഥത്തിൽ. തദ്ദേശ ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നത് പ്രതിപക്ഷത്തിന് ഇത്തരം ചോദ്യങ്ങളോ ഒന്നുമില്ല. CR ചോദിക്കും, ഞാൻ ചോദിക്കും, അത്രേ ഉള്ളൂ. പ്രതിപക്ഷത്തിന് ഒരു വിഷയം അല്ല, പ്രതിപക്ഷത്തിന് ചോദിക്കാൻ പറ്റാത്തത് അവരുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ എന്തുവാണെന്ന് ചോദിച്ചാൽ തിരിച്ചു പറയാൻ പറ്റില്ല. അതെ, ഇവന്മാരെല്ലാവരേ നമ്മളെ ഇപ്പം ഈ അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇത് വളരെ വ്യാപകമാക്കി ബോധപൂർവ്വം ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല വാർഡുകളിലും പല സ്ഥലത്തൊക്കെ നടന്ന സമയത്തൊക്കെ അവിടെ സാക്കള് ഒക്കെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ പൊളിറ്റിക്കലല്ല വോട്ടെന്നാണ് അവർ പറയണത്. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയ വിഷയമല്ലല്ലോ പ്രധാന ചർച്ചയിൽ വരും. ഇപ്പോൾ നേരത്തെ എന്നോട് ചോദിച്ചല്ലോ, ഈ ശർമ്മയുടെ ഭാര്യ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് സ്വതന്ത്ര ഇനത്തിൽ മത്സരിക്കുന്നു? കാരണം അവിടെ പൊളിറ്റിക്സ് ഒന്നുമില്ല, ആ വാർഡിനും പൊളിറ്റിക്കൽ ക്യാരക്ടറില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ജോലി എവിടെയാണ് രാഷ്ട്രീയം ഇല്ലാതെ കിടക്കുന്നത് അവിടെ അതിനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചെയ്തിട്ട് അതാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഡീപൊളിറ്റിസൈസ് ചെയ്യപ്പെട്ട, അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമില്ല. പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്. എനിക്കെന്ത് ഗുണമുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കും. എനിക്കിപ്പോൾ ഏത് നിയമപ്രകാരം എത്തിച്ച് ജോലി എന്നാലും, ഒരു സഹകരണ സംഘത്തിൽ ജോലി എന്നാൽ എനിക്ക് സ്വന്തം UDF ആയാലും LDF ആയാലും ഞാൻ അവരുടെ കൂടെ നിൽക്കും. കാരണം എൻ്റെ പറ്റിപ്പഴപ്പാണ്, അതേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്കൊരു എന്തെങ്കിലും സ്ഥാനങ്ങൾ എന്തെങ്കിലും തരികയാണെങ്കിൽ. പക്ഷെ പ്രശ്നം അതല്ല, ജനങ്ങൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്ന് രാഷ്ട്രീയ കക്ഷികൾ പറയാൻ പാടില്ലല്ലോ. പിയേഴ്സൺ നമ്മൾ എന്താ ശ്രമിച്ചിരുന്നത് നമ്മുടെ ചെറുപ്പകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ? ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാനാണ്. രാവിലെയും വൈകുന്നേരവും ആളുകളെ കാണുമ്പോൾ അന്താരാഷ്ട്രീയം, ദേശീയം, സംസ്ഥാനം, പ്രാദേശികം, ഈ വിഷയങ്ങളിലെ രാഷ്ട്രീയം നിരന്തരം. നമ്മൾ ചായക്കടയിൽ മാത്രമല്ല, വൈകുന്നേരങ്ങളിലൊക്കെ നമ്മളുടെ പ്രായത്തിലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് സാക്കളൊക്കെ കൂടുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സാക്കളല്ലാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷെ മെയിൻ ഡിസ്കഷൻ തന്നെ പൊളിറ്റിക്സാണ്. അങ്ങനെ രാഷ്ട്രീയമാണ് അവിടെ വളരെ കർശനമായ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. അല്ല, അത് മാത്രമല്ല, അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ജനങ്ങളോട് രാഷ്ട്രീയം പറയുന്ന ഇടതുപക്ഷമാണ്. ജനങ്ങളോട് രാഷ്ട്രീയം പറയുക ഇടതുപക്ഷമാണ്. മറ്റുള്ളവർ അരാഷ്ട്രീയം പറയും. അങ്ങനെയാണ്. മറ്റുള്ളവരിപ്പോൾ വ്യക്തി, ജാതി, മതമൊക്കെ പറയുന്ന കാലത്ത് ഇടതുപക്ഷമാണ്. അതല്ല നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. സാമ്പത്തിക നയങ്ങൾ, സാമൂഹ്യ നയങ്ങൾ, മറ്റ് വിഷയങ്ങൾ, സർക്കാരിൻ്റെ നയങ്ങൾ, ഇതിനെയൊക്കെയാണ് നമ്മളെടുത്തിട്ട് കൊടയുക. ഇതിങ്ങനെയാണ്, ഇത് വേണം, ഇത് വേണ്ട. ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളത്, എനിക്കൊരു ഓർമ്മയുണ്ട്. ഈ 1996 തെരഞ്ഞെടുപ്പുകൾ, അല്ല 96 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാനത്ത് സഖാവ് നായനാർ മുഖ്യമന്ത്രിയായി. കേന്ദ്രത്തിൽ ആര് പ്രധാനമന്ത്രിയാവണമെന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ച നടക്കുകയാണ്.
അന്ന് ഹർകിഷൻ സിംഗ് സുർജിത്താണ് പാർട്ടി സെക്രട്ടറി. അദ്ദേഹം നേരെ പോയിട്ട് സോണിയാഗാന്ധിയോട് പ്രധാനമന്ത്രിയാവണമെന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യം ഓർമ്മയുണ്ട്. സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആവണം എന്ന് ഹർകിഷൻ സിംഗ് സുർജിത്ത് പോയി ആവശ്യപ്പെടുക. അങ്ങനെ ആവശ്യപ്പെട്ട് ഞാനന്ന് വളരെ സ്ട്രോങ് ആയി ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ കയ്യും കാലും പിടിച്ചിരിക്കുന്ന ആളാണ്. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് വാർത്ത കേട്ടിട്ട് ഏറിയ ദേഷ്യം വരും. സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്ന് പറയാം. ഹർകിഷൻ സുർജിത്ത് ആരാണ്, ഇയാൾക്ക് എന്താ തലയ്ക്ക് സുഖല്ലേ എന്ന് നമ്മൾ പറയുകയാണ്. ആ സമയത്ത് പിറ്റേ ദിവസത്തെ EMSൻ്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനമുണ്ട്. ആ ലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണ്? സഖാവ് സുർജിത്ത് സോണിയാഗാന്ധിയെ കാണാൻ പോയി അവരോട് പ്രധാനമന്ത്രിയാവണം എന്ന് പറഞ്ഞത് കേട്ട് ഒരുമാതിരി സഖാക്കൾക്കൊക്കെ വല്ലാത്ത ദേഷ്യമുണ്ടായി കാണുന്ന. ഞാൻ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ എൻ്റെ കാര്യം അറിഞ്ഞ്. എന്നിട്ട് പിന്നെ അതിൻ്റെ രാഷ്ട്രീയം പറയുകയാണ്. BJP വരരുത്, BJPക്കെതിരായ ഒരു രാഷ്ട്രീയം വളർന്നു വരണം. ഇതെന്നാ പറയണമെന്ന് ആലോചിക്കണം. അതെ, എത്രയോ കൊല്ലം മുമ്പ് 96-ൽ. അതുകൊണ്ട് BJPയെ രാഷ്ട്രീയത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഏതറ്റം വരെയും പോകാൻ ഇടതുപക്ഷം തയ്യാറാകണം എന്ന് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ ലൈൻ അന്ന് കൊടുക്കണം. ഇപ്പം ഇന്നത്തെ ഇന്ത്യ മുന്നണിയൊക്കെ ഇപ്പോഴല്ലേ വന്നേ, ഇതതിന് മുമ്പാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഒരു രാഷ്ട്രീയം. പിന്നെ സുന്ദരയുടെ രാഷ്ട്രീയം നമ്മളൊക്കെ കേട്ടിട്ടില്ലല്ലേ? 77-ൽ സുന്ദരയെ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നത്, ഈ ജനസംഘമായിട്ട് കൂട്ടുകൂടുന്നു, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും. അതായത് അതെനിക്ക് തോന്നുന്നത് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എത്തിക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഇന്നത് ശരി എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്നത് തെറ്റെന്ന് നമ്മൾ പറയുന്നത്, ആ തെറ്റും ശരിയും വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു ലോജിക്കാണ് നമുക്കുണ്ടായിരുന്നത്. ആ ലോജിക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിയ ഒരു സമൂഹത്തിന് മുമ്പിലാണ് നിങ്ങൾക്ക് ഈ ശ്രീ ലംബടന്മാരെ കുറിച്ച് സംസാരിക്കാൻ. അല്ല, അതിന് വേറെ കാര്യമുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഈ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് ഒരു ദീർഘദൃഷ്ടിയോടുകൂടിയുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ എന്ത്, അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ചരിത്രത്തെ അനലൈസ് ചെയ്യുക. ചരിത്രത്തെ അനലൈസ് ചെയ്ത് ഭാവിയെ പ്രവചിക്കുക. ഇപ്പം മാർക്സൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ആ അർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം, ഞാൻ വലതുപക്ഷത്തെക്കുറിച്ച് പറയുന്നില്ല, കാരണം അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മൾ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇടതുപക്ഷം എന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ ജോലിയാണത്. അത് തന്നെയാണ് കൃത്യമായിട്ട് കേരളത്തിൽ സംഭവിച്ചത്. കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഈ ജനങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുന്നതും രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഇടതുപക്ഷം എന്ത് ചെയ്യുന്നത് ഏറ്റെടുക്കേണ്ടതിന് പകരം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തന്നെ എങ്ങനെ മാച്ചു കളയാം എന്നാലോചിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചൊരു ദുരന്തമാണ് കേരളത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അല്ല, അവിടെയാണ് പ്രശ്നം. ദീർഘകാല പരിപ്രേക്ഷ്യം രാഷ്ട്രീയത്തിൽ ഇല്ലാതെ പോവുകയും ഇപ്പം നമുക്കൊരു ഗുണമുണ്ടാവുക, ഇപ്പം തൽക്കാലം ഈ ഒരു ഇലക്ഷൻ ജയിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന തരത്തിലേക്ക് നമുക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നു. അതാണ് രാഷ്ട്രീയവൽക്കരണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിലും കാണുന്നതെന്നാണ് ഞാൻ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.